സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അനാട്ടമി ക്ലാസ്സാണ്. അനാട്ടമി അതിൽ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പ്രധാനമായിട്ടും ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് അല്ലേ, അതിലൊക്കെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ്, പ്രധാനമായിട്ടുള്ള ഫംഗ്ഷനാണ് പറയുന്നത്, നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ അല്ലെ എക്സ്ക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറന്തള്ളുക. അതാണ് നമ്മുടെ ഈ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നതാണ്, അതായത് നമ്മുടെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ യൂറിനറി സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഈ യൂറിനറി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള അല്ലെ, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ബോഡിയിലെ മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസിനെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള, യൂറിനിലൂടെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും ഏതാ വരുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ കിഡ്നീസ് വരുന്നുണ്ട്, യൂറിറ്റേഴ്സ് വരുന്നുണ്ട്, യൂറിത്ര വരുന്നുണ്ട് അല്ലെ, അത് പിന്നെ നമ്മുടെ ആ ഒരു യൂറിത്ര ബ്ലാഡർ പോലത്തെ സംഭവങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ എന്ന് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം അല്ലെ, പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യും. കാരണം നമ്മുടെ ബോഡിയുടെ ആ ഒരു നോർമൽ ഹെൽത്ത് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സിസ്റ്റത്തിനെയും പോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റവും എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാം, അത് ഏത് ഏജിൽ വേണമെങ്കിലും വരാം, പല കണ്ടീഷൻസും കൊണ്ട് വരാം. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും അല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ബോഡിയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ അടുത്തത് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്. അപ്പം പ്രധാനമായിട്ടും യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? കിഡ്നീസ് ഉണ്ട്, അതുപോലെ തന്നെ യൂറിറ്റേഴ്സ് ഉണ്ട്, ബ്ലാഡർ ഉണ്ട്, യൂറിത്രയുണ്ട്. അതായത് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഒരു പെയർ ഓഫ് അല്ലെങ്കിൽ 2 കിഡ്നീസ് ഉണ്ട്, 2 യൂറിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ബ്ലാഡർ ഉണ്ട്, അതുപോലെ തന്നെ യൂറിത്രയുണ്ട് അല്ലേ. ഈ കിഡ്നീസിന് എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതായത് എൻഡോക്രൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഹോർമോൺസിലൂടെ നമ്മുടെ ബോഡിയിലുള്ള പലവിധ മെക്കാനിസംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്ത ഫംഗ്ഷൻ. അപ്പം കിഡ്നീസിന് എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതായത് അതിനകത്ത് വരുന്നതാണ് പ്രൊഡ്യൂസിങ് ആൻഡ് റിലീസിങ് എറിത്രോപോയറ്റിൻ. എറിത്രോപോയറ്റിൻ എന്ന് വെച്ചാൽ എന്താണ്? എറിത്രോപോയറ്റിൻ അതായത് എറിത്രോപോയസിസ് എന്ന് വെച്ചാൽ ബ്ലഡിന്റെ ഫോർമേഷൻ ആണ്. അപ്പം എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സെല്ലിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? റെനിൻ എന്ന് വെച്ചാൽ ബ്ലഡിന്റെ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് റെനിൻ. ഇതൊക്കെ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? കിഡ്നീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് നമ്മുടെ വൈറ്റമിൻ ഡി അല്ലെ, വൈറ്റമിൻ ഡിന്റെ നമ്മുടെ ആ ഒരു സ്കിന്നിലുള്ള വൈറ്റമിൻ ഡിനെ UVB ലൈറ്റ്സ് വന്നിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് അല്ലെ നമുക്ക് വൈറ്റമിൻ ഡി ആയിട്ട് മാറുന്നുണ്ട്. വൈറ്റമിൻ ഡി ആയിട്ട് മാറുമ്പോഴത്തേക്ക് എന്താണ്? അത് ആദ്യമേ ഒരു 25 ഹൈഡ്രോക്സി കാൽസിഫറോൾ ആയിട്ട് മാറുന്നു. പിന്നെ അത് നമ്മുടെ കിഡ്നിയിൽ എത്തിയിട്ടാണ് 125 ഡീഹൈഡ്രോക്സി കോളികാൽസിഫറോൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കാൽഷ്യം മെറ്റബോളിസത്തിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു ഡെറിവേറ്റീവ് ആയിട്ടും വരുന്നത്. അപ്പം ഈ കിഡ്നീസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ ആ ഒരു യൂറിനറി ഫംഗ്ഷൻ മാത്രമല്ല, യൂറിൻ ഫോർമേഷൻ മാത്രമല്ല, കൂടാതെ എന്താണ്? ഇതിന് എൻഡോക്രൈൻ ഫംഗ്ഷൻസും കൂടി വരുന്നുണ്ട്. ഈ എൻഡോക്രൈൻ ഫംഗ്ഷൻസിൽ വരുന്ന ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എറിത്രോപോയറ്റിൻ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുക. രണ്ടാമത് പറയുന്നതാണ് നമ്മുടെ റെനിന്റെ ഫോർമേഷൻ. അതെന്താണ്? അത് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ 125 എന്താണ്? ഡൈഹൈഡ്രോക്സി കോളികാൽസിഫറോൾ. അതെന്താണ്? കാൽഷ്യത്തിന്റെ മെറ്റബോളിസത്തിൽ അതിലൊക്കെ വൈറ്റമിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കിഡ്നീസിൻ്റെ അപ്പർ ആൻഡ് ലോവർ യൂറിനറി ട്രാക്ട് അതിൻ്റെ അനാട്ടമിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം യൂറിനറി സിസ്റ്റം എന്താണ്? ദി സ്ട്രക്ചേഴ്സ് ഓഫ് വിച്ച് പ്രിസൈസ്ലി മെയിൻറ്റെയിൻ ദ ഇന്റേണൽ കെമിക്കൽ എൻവയോൺമെന്റ് ആൻഡ് ഓഫ് ദി ബോഡി പെർഫോം വേരിയസ് എക്സ്ക്രീറ്ററി, റെഗുലേറ്ററി ആൻഡ് സെക്രീറ്ററി ഫംഗ്ഷൻ അല്ലേ. അതായത് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്, റെഗുലേഷൻ ചെയ്യുന്നല്ലേ, നമ്മുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, സെക്രീറ്ററി ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ കിഡ്നീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അല്ലെങ്കിൽ കിഡ്നീസ് പറയുമ്പോഴത്തേക്ക് അടുത്ത് നമ്മുടെ ഇതിൻ്റെ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് കിഡ്നീസ്, യൂറിറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ, അതുപോലെ തന്നെ യൂറിത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? kidneys ആണ്. Okay, kidneys are
പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താണ് കിഡ്നീസ് പെയർ ഓഫ് റെഡിഷ് ബ്രൗൺ സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. റെഡിഷ് ബ്രൗൺ സ്ട്രക്ചേഴ്സ് ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ റൈറ്റ് കിഡ്നി നമ്മുടെ ലെഫ്റ്റ് കിഡ്നിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് താന്നിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? റിട്രോ പെരിറ്റോണിയലാണ്. അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ ആ ഒരു ബോഡി ക്യാവിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എന്താണ് ആ ഒരു ലോയിൻ പാർട്ടിലായിട്ട് ബാക്കിലായിട്ട്, അതായത് ഇവിടെ ഫ്രണ്ടിൽ വേറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബാക്കിലായിട്ടാണ് നമ്മുടെ ഈ ഒരു കിഡ്നി എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ദി കിഡ്നീസ് ആർ എ പെയർ ഓഫ് ബ്രൗണിഷ് റെഡ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. ബ്രൗണിഷ് റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചോക്ലേറ്റ് ബ്രൗൺ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു കളറാണ്. ലൊക്കേറ്റഡ് റിട്രോ പെരിറ്റോണിയലി, അതായത് ബാക്കിലായിട്ടാണ്, റിട്രോ പെരിറ്റോണിയലാണ്. ബിഹൈൻഡ് ആൻഡ് ഔട്ട്സൈഡ് ദ പെരിറ്റോണിക്, അതായത് നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ ബാക്കിലായിട്ട് ഔട്ട്സൈഡായിട്ടാണ് നമ്മുടെ ഈ ഒരു കിഡ്നീസ് ലൊക്കേറ്റ് ഇരിക്കുന്നത്. നമുക്കറിയാം കിഡ്നിയിലൊക്കെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ യൂറിട്രി കാൽക്കുല അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണിൻ്റെ ഒക്കെ പെയിൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എവിടെയാണ്? നമുക്ക് ഈ ഒരു ലോയിൻ ബാക്കിലെ നടുഭാഗത്താണ് നമുക്ക് ആ ഒരു പെയിൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതെന്താണ്? പെയർ ഓഫ് ബ്രൗണിഷ് റെഡ് സ്ട്രക്ചേഴ്സ് ആണ് ലൊക്കേറ്റഡ് റിട്രോ പെരിറ്റോണിയലി ബിഹൈൻഡ് ആൻഡ് ഔട്ട്സൈഡ് ദ പെരിറ്റോണിയൽ ക്യാവിറ്റി ആണ്. ഓൺ ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ അബ്ഡമൻ അല്ലെ. അബ്ഡോമന്റെ ഇത് ഫ്രണ്ട് ഏതാണ്? ആന്റീരിയർ ആണ്. ബാക്ക് എന്ന് പറയുന്നതാണ് പോസ്റ്റീരിയർ. അപ്പൊ പോസ്റ്റീരിയർ വാളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രം ദ തൊറാസിക് വേർട്ടിബ്രേ, എത്രാമത്തെ? 12ാമത്തെ 12th തൊറാസിക് വേർട്ടിബ്രേ തുടങ്ങി അവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടം വരെ വരുന്നുണ്ട്? 3rd ലംബാർ വേർട്ടിബ്രേ വരെ വരുന്നുണ്ട് അല്ലെ. നമുക്ക് വെർട്ടിബ്രേ ഇപ്പൊ സർവൈക്ക് വെർട്ടിബ്രേ ഉണ്ട്, തൊറാസിക് വെർട്ടിബ്രേ ഉണ്ട്, ലംബാർ വെർട്ടിബ്രേ ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ 12th തൊറാസിക് വേർട്ടിബ്രയിൽ തുടങ്ങി 3rd ലംബാർ വേർട്ടിബ്രേ വരെയാണ് ഏത് നമ്മുടെ കിഡ്നീസ് അതിൻ്റെ ആ ഒരു എന്ത് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ കിഡ്നീസ് ആർ പെയർ ഓഫ് ബ്രൗണിഷ് റെഡ് സ്ട്രക്ചേഴ്സ് ആണ് ലൊക്കേറ്റഡ് റിട്രോ പെരിറ്റോണിയലി അല്ലെ. റിട്രോ പെരിറ്റോണിയൽ ദാറ്റ് ഈസ് ബിഹൈൻഡ് ആൻഡ് ഔട്ട്സൈഡ് ദ പെരിറ്റോണിയൽ ക്യാവിറ്റി ആണ്. ഓൺ ദ പോസ്റ്റീരിയർ വാൾ ഓഫ് ദ അബ്ഡമൻ എക്സ്റ്റെൻഡിങ് ഫ്രം എവിടെ മുതലാണ്? 12th തൊറാസിക് വേർട്ടിബ്രേ മുതൽ 3rd ലംബാർ വേർട്ടിബ്രേ വരെയാണ്. ഓക്കെ, അടുത്ത എന്താണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് എന്താണ്? പെരിറ്റോണിയത്തിന്റെ ബാക്കിലായിട്ടാണ്, സിറ്റുവേറ്റഡ് പോസ്റ്റീരിയർലി ബിഹൈൻഡ് ദ പെരിറ്റോണിയം ആണ്. ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം ആണ് അല്ലെ. വെർട്ടിബ്രൽ കോളത്തിന്റെ ഈച്ച് സൈഡിലായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിഡ്നീനെ സറൗണ്ട് ചെയ്തുകൊണ്ട് അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട് അല്ലെ, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താണ് നമ്മുടെ ഇതാണ് നമ്മുടെ റൈറ്റ് കിഡ്നി, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് കിഡ്നി. അപ്പം രണ്ടും ഒരുപോലെയാണോ? ഒരുപോലെ ആണ്, പക്ഷേ ഇത് സ്ലൈറ്റ്ലി ലോവർ ആണ് അല്ലെ. അതായത് റൈറ്റ് ഈസ് സ്ലൈറ്റ്ലി ഇൻഫീരിയർ. ഇൻഫീരിയർ എന്ന് വെച്ചാൽ കുറച്ച് താന്നിട്ടാണ് അല്ലെ. സുപ്പീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലുള്ളത്, ഇൻഫീരിയർ താഴെയുള്ളത്. അപ്പം ഇത് കുറച്ചൊന്ന് സ്ലൈറ്റ്ലി ഇൻഫീരിയർ ടു ദ ലെഫ്റ്റ് ആണ്. കാര്യം എന്താണ്? റൈറ്റ് സൈഡാണ്, അതിൻ്റെ മുകളിൽ ആ ഒരു ലിവറിന്റെ പ്ലേസ്മെന്റ് വരുന്നതുകൊണ്ടാണ് ആ റൈറ്റ് കുറച്ചൊന്ന് താന്നിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ട്രാൻസ്പൈലോറിക് പ്ലെയിൻ പാസസ് ത്രൂ ദ സുപ്പീരിയർ പാർട്ട് ഓഫ് ദ റൈറ്റ് റീനൽ ഹൈലം ആൻഡ് ഇൻഫീരിയർ പാർട്ട് ഓഫ് ദ ലെഫ്റ്റ് കിഡ്നി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കിഡ്നീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി കിഡ്നീസിന്റെ വെയിറ്റ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കിഡ്നിയുടെ വെയിറ്റ് എത്രയാണ്? 120 to 170 ഗ്രാം, അതായത് 120 to 170 ഗ്രാം വെയിറ്റ് അല്ലേ. അത്രയും കുറവ് വെയിറ്റേ ഉള്ളൂ അല്ലേ. നമ്മളിത് ഫോട്ടോയിൽ കാണുമ്പോൾ വലിയ ഓർഗൻസ് ആയിട്ട് തോന്നും, പക്ഷെ എന്താണ് വളരെ ചെറിയ 120 to 170 ഗ്രാം വെയിറ്റ് മാത്രമുള്ള ഇതാണ് നമ്മുടെ അഡൾട്ട് കിഡ്നിയുടെ വെയിറ്റ് പറയുന്നത്. അതിലൊക്കെ ഇതിൻ്റെ ഒരു മെഷർമെന്റ് പറയുമ്പോഴത്തേക്ക് ലെങ്ത് എത്രയാണ്? ലെങ്ത് വന്നിട്ട് 12 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. 12 സെന്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഒരു വിഡ്ത്ത് എത്രയാണ് വരുന്നത്? ഒരു 6 സെന്റിമീറ്റർ വിഡ്ത്ത് മാത്രമേ വരത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു തിക്നെസ് അല്ലെ, തിക്നെസ് എത്രയാണ് വരുന്നത്? തിക്നെസ് വരുന്നത് 2.5 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കിഡ്നിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് കിഡ്നീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതാണ്? സുപ്പീരിയർലി ഇതിന്റെ മുകളിലായിട്ട് എന്തുണ്ട്? അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട് അല്ലെ. റൈറ്റ് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ. അതിലൊക്കെ ഇവിടെ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് വരുന്നുണ്ട്. ആന്റീരിയർലി ഫ്രണ്ടിൽ എന്താ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ലിവറുമായിട്ട് അസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റൈറ്റ് ലോബ് ഓഫ് ദ ലിവർ വരുന്നുണ്ട്, ഡുയോഡിനം വരുന്നുണ്ട്, ഹെപ്പാറ്റിക് ഫ്ലക്ചർ ഓഫ് ദ കോളം വരുന്നുണ്ട്. പോസ്റ്റീരിയർലി, പോസ്റ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിൽ എന്താ വരുന്നത്? നമ്മുടെ ഡയഫ്രത്തിന്റെ 12th റിബ് വരുന്നുണ്ട്. അതിലൊക്കെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ അല്ലെ. നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിന്റെ മസിൽസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? സ്വയാസ് മേജർ ഉണ്ട്,
ക്വാഡ്രാറ്റസ് ലംബോറോ ഉണ്ട്, ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസ് ഉണ്ട്. ഓക്കെ, അപ്പം ഓർഗൻസ് അസോസിയേറ്റഡ് വിത്ത് അല്ലെങ്കിൽ കിഡ്നിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സുപ്പീരിയർലിയും ആൻറ്റീരിയർലിയും പോസ്റ്റീരിയറിലും. സുപ്പീരിയർലി നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ഫ്രണ്ടിൽ അല്ലെങ്കിൽ ആൻറ്റീരിയർലി ഏതൊക്കെ ഉണ്ട്? റൈറ്റ് ലോബ് ഓഫ് ലിവർ ഉണ്ട്, ഹെപ്പാറ്റിക് ഫ്ലക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഡുവോഡിനവും ഉണ്ട്. പോസ്റ്റീരിയർ അല്ലെങ്കിൽ ബാക്കിൽ എന്താണ്? 12th റിബ് ഓഫ് ദ ഡയഫ്രം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിന്റെ മസിൽസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? സോയാസ് മേജർ ഉണ്ട്, ക്വാഡ്രാറ്റസ് ലംബോറോ ഉണ്ട്, ട്രാൻസ്വേഴ്സ് അബ്ഡോമിനിസും ഉണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് ഓരോ കിഡ്നിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഡീപ്പ് ലെയർ ഓഫ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ ഒരു മിഡിൽ ലെയർ ഉണ്ട്, പിന്നെ ഒരു സൂപ്പർഫിഷ്യൽ ലെയർ ഉണ്ട്. അങ്ങനെ 3 ലെയർ ഓഫ് ടിഷ്യൂ ആണ് നമ്മുടെ കിഡ്നിനെ സറൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കിഡ്നിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കിഡ്നിക്ക് ഏറ്റവും തൊട്ട് പുറത്തായിട്ട് കാണപ്പെടുന്നതാണ് ആ ഒരു ഡീപ്പ് ലെയർ ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു സ്മൂത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഓഫ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദാറ്റ് കണ്ടിന്യൂസ് വിത്ത് ദ ഔട്ടർ കോട്ട് ഓഫ് ദി യൂറിറ്റർ. അതായത് എന്താണ്? നമ്മുടെ യൂറിറ്റർ ഉണ്ടല്ലോ, യൂറിറ്റർ അകത്തുനിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ യൂറിറ്ററിൻ്റെ ഔട്ടർ കോർട്ട് അല്ലേ, അതായത് നമ്മുടെ യൂറിറ്റർ ഇങ്ങനെ വരുന്ന സമയത്ത് യൂറിറ്ററിൻ്റെ ഈ ഔട്ടർ പാർട്ടുമായിട്ട് ഏത് ക്ലോസ്ലി വരുന്നുണ്ട്? അതായത് ഡീപ്പ് ലെയർ വരുന്നുണ്ട്. ഡീപ്പ് ലെയർ മേഡപ്പ് ഓഫ് എന്താണ്? dense irregular connective tissue ആണ്. ഓക്കെ, that continues with the outer coat of the ureter ആണ്. ഓക്കെ, it act as അല്ലെങ്കിൽ serve as a barrier against trauma. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലെ തന്നെ കിഡ്നിയുടെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ഈ ഡീപ്പ് ലെയർ ആണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് എ സ്മൂത്ത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഓഫ് എന്താണ്? ഡെൻസ് ഇറഗുലാർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത് കണ്ടിന്യൂസ് വിത്ത് ദ ഔട്ടർ കോട്ട് ഓഫ് ദി യൂറിറ്റർ ആണ്. ഇത് കിഡ്നിക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും മെക്കാനിക്കൽ ട്രോമയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്നത് ഈ ഒരു റീനൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഡീപ്പ് ലെയർ ആണ്. ഓക്കെ, അടുത്തത് വന്നിട്ട് എന്താണ്? മിഡിൽ ലെയർ ആണ്. മിഡിൽ ലെയർ എന്താണ് പറയുന്നത്? മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഒരു അഡിപ്പോസ് ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ, അഡിപ്പോസ് ക്യാപ്സ്യൂൾ ആണ്. അപ്പോൾ അഡിപ്പോസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിനകത്ത് എന്തായിരിക്കും ഉള്ളത്? ഫാറ്റി ടിഷ്യൂ ആയിരിക്കും ഉള്ളത്. അപ്പം അത് നമ്മുടെ റീനൽ ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത് കിഡ്നിയാണ് അല്ലേ, കിഡ്നിയാണ്. കിഡ്നിയോട് ചേർന്നിട്ട് എന്തുണ്ട്? നമ്മുടെ ഡീപ്പ് ലെയർ ഉണ്ട് അല്ലെങ്കിൽ റീനൽ ക്യാപ്സ്യൂൾ ഉണ്ട്. അതിൻ്റെ പുറമേക്ക് ഏതുണ്ട്? നമ്മുടെ മിഡിൽ ലെയർ ഉണ്ട്. അതേതാണ്? ഫാറ്റി ടിഷ്യൂൻ്റെ ലെയർ ആണ്. അത് വന്നിട്ട് കിഡ്നിനെ ട്രോമയിൽ നിന്നും അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അത് മേഡപ്പ് ഓഫ് എന്താണ്? ഫാറ്റി ടിഷ്യൂ അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഇനി ഇതിനും പുറമേ ഉള്ള ഏറ്റവും പുറമേ ഉള്ള സാധനമാണ് ഏത്? നമ്മുടെ സൂപ്പർഫിഷ്യൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു റീനൽ ഫേഷ്യ ഈസ് അനദർ തിൻ ലെയർ ഓഫ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അഗെയിൻ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു തിൻ ലെയർ ആണ് വരുന്നത്. നമ്മുടെ സൂപ്പർഫിഷ്യൽ ലെയർ ആയിട്ടുള്ള റീനൽ ഫേഷ്യ എന്ന് പറയുന്നത് ഇത് ആ ഒരു മൊത്തത്തിൽ ആ ഒരു സ്ട്രക്ചറിനെ എല്ലാം കവർ ചെയ്യും. ഓക്കെ, ആൻഡ് എന്താണ്? നമ്മുടെ അബ്ഡോമിനൽ വാളുമായിട്ട് അവർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സൂപ്പർഫിഷ്യൽ ലെയർ ആണ്. ഓക്കെ, അപ്പം സൂപ്പർഫിഷ്യൽ ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, ഡീപ്പ് ലെയർ ഉണ്ട്. ഡീപ്പ് ലെയർ അല്ലെങ്കിൽ റീനൽ ക്യാപ്സ്യൂൾ ആണ് ഏറ്റവും അകത്തുള്ളത്. അത് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. പുറത്തുള്ളത് ജസ്റ്റ് നടുക്കായിട്ടുള്ളത് മിഡിൽ ലെയർ അല്ലെങ്കിൽ മേഡപ്പ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ ആണ്. ഏറ്റവും പുറത്ത് എഗെയിൻ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതാണ് സൂപ്പർഫിഷ്യൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കിഡ്നീസിനെ അല്ലാതെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 12th റിബ് അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പ്രൊട്ടക്റ്റഡ് ബൈ റിബ്സ് ഉണ്ട്, അതിലൊക്കെ മസിൽസ് ഉണ്ട്, ജെറോട്ടാസ് ഫേഷ്യ ഉണ്ട്. ഓക്കെ, ഫേഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മസിലിൻ്റെ ഒരു ലെയർ ആണ് ഈ ഫേഷ്യ എന്ന് പറയുന്നത്. പിന്നെ പെരിയർ റീനൽ ഫാറ്റ് ഉണ്ട്, അതായത് റീനൽ നമ്മുടെ കിഡ്നിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട്. ആൻഡ് റീനൽ ക്യാപ്സ്യൂൾ വിച്ച് സറൗണ്ട് ഈച്ച് കിഡ്നി. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കിഡ്നിയുടെ അകത്തുള്ള ഡീപ്പായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ് ടിഷ്യൂ അല്ലെ, ആ ഒരു റീനൽ ക്യാപ്സ്യൂൾ ഉണ്ട്. അപ്പോൾ കിഡ്നീസ് ആർ വെൽ പ്രൊട്ടക്റ്റഡ് ബൈ റിബ്സ് ഉണ്ട്, മസിൽസ് ഉണ്ട്, ജെറോട്ടാസ് ഫേഷ്യ ഉണ്ട്, പെരിയർ റീനൽ ഫാറ്റ് ഉണ്ട്, ആൻഡ് റീനൽ ക്യാപ്സ്യൂൾ വിച്ച് സറൗണ്ട് ഈച്ച് കിഡ്നി. ഓക്കെ, ഇത് കിഡ്നി കൺസിസ്റ്റ് ഓഫ് 2 ഡിസ്റ്റിങ്ക്ട് റീജിയൻസ്. എന്താണ്? റീനൽ പാരൻകൈമ ഉണ്ട്, അല്ലെങ്കിൽ റീനൽ പെൽവിസും ഉണ്ട്. ഓക്കെ, ഈ റീനൽ പാരൻകൈമേനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? റീനൽ കോർട്ടക്സ് എന്നും മെഡുല്ല എന്നും. ഓക്കെ, അപ്പോൾ കിഡ്നിക്കകത്ത് 2 ഡിസ്റ്റിങ്ക്ട് റീജിയൻ ഉണ്ട്. റീനൽ പാരൻകൈമ ഉണ്ട്, റീനൽ പെൽവിസ് ഉണ്ട്. ഈ പാരൻകൈമ എന്ന് പറയുന്നതാണ് കിഡ്നിയുടെ ആ ഒരു ഫങ്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. പെൽവിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കളക്ടിങ് പാർട്ടാണ്. ആ ഒരു യൂറിനൊക്കെ കളക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് നമ്മുടെ ആ ഒരു റീനൽ
റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. അപ്പോൾ റീനൽ പാരൻകൈമേനെയാണ് അല്ലെങ്കിൽ ആ ഫങ്ഷണൽ പാർട്ടിനെയാണ് നമ്മൾ രണ്ടായിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് കോർട്ടെക്സും മെഡുല്ലയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് റീനൽ ഫൈബ്രസ് ക്യാപ്സ്യൂൾ ആണ്. ദാറ്റ് ഈസ് വിച്ച് സറൗണ്ട്സ് ദ കിഡ്നി മേഡ് അപ്പ് ഓഫ് ഡെൻസ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ക്യാപ്സ്യൂൾ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്താണ് ഇന്നർ ലെയർ ഓഫ് ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഔട്ടർ പാർട്ടാണ് നമ്മുടെ അല്ലെ പാരൻകൈമയുടെ ഔട്ടർ പാർട്ടാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഇന്നർ പാർട്ടാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട് കണ്ടോ, ഈ ഒരു പാർട്ട് ഇതാണ് നമ്മുടെ റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഓക്കെ, റീനൽ പെൽവിസ്, റീനൽ കോർട്ടെക്സ്, റീനൽ മെഡുല്ല. ഇതൊരു ഇന്നർ ലെയർ ഓഫ് എന്താണ് ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് എന്താണ്, ഇത് നമ്മുടെ ആ ഒരു മെഡുല്ല പാർട്ടാണ്. അതായത് ഇന്നർമോസ്റ്റ് ലെയർ കൺസിസ്റ്റിംഗ് ഓഫ് പെയിൽ കോണിക്കൽ ഷേപ്ഡ് സ്ട്രയേഷൻസ് കോൾഡ് റീനൽ പിരമിഡ്സ്. അതായത് നമ്മുടെ ഈ ഒരു ഇന്നർ ലെയർ ഓഫ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താണ് ആ ഒരു റീനൽ പിരമിഡ്സ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ആ പിരമിഡ് പോലിരിക്കുന്ന റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത് എന്താണ് കോണിക്കൽ സ്ട്രയേഷൻസ് ആണ്. സ്ട്രയേഷൻസ് പോലെ കാണിക്കപ്പെടുന്ന ഭാഗമാണ് ഈ റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കിഡ്നിയുടെ ഓരോ പാർട്ടുകളാണ്, ജസ്റ്റ് എന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി കോർട്ടെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ റെഡിഷ് ബ്രൗൺ ലെയർ ഓഫ് ടിഷ്യൂ ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ക്യാപ്സ്യൂൾ ആൻഡ് ഔട്ട്സൈഡ് ദ പിരമിഡ്സ്. അതെ, പിരമിഡ്സിന് പുറത്തായിട്ട്, പക്ഷേ അതുപോലെ എന്താണ് റെഡിഷ് ബ്രൗൺ ലെയർ ഓഫ് ടിഷ്യൂ ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ക്യാപ്സ്യൂൾ അല്ലെ, ക്യാപ്സ്യൂളിന്റെയും അതിലൊക്കെ തന്നെ ആ ഒരു പിരമിഡ്സിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഭാഗം, അതാണ് ആ ഒരു കോർട്ടെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇത് നമ്മുടെ പിരമിഡ്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ പിരമിഡ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം പിരമിഡ്സ് ആണ്. ഇത് പിന്നെന്താണ് നമ്മുടെ ആ ഒരു ഇത് ക്യാപ്സ്യൂൾ ലെയർ ആണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് ഏത് നമ്മുടെ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്ട് ഈ ഒരു ഭാഗം. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ഒരു കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് കിഡ്നീനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് റിബ്സ് ഉണ്ട്, അതിലൊക്കെ നമ്മുടെ ആ ഒരു ഫേഷ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സംഭവമാണ് ജെറോട്ടാസ് ഫേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ കിഡ്നീസ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്സ് ഇൻക്ലൂഡിങ് ദ പെരിറീനൽ ഫാറ്റ് സറൗണ്ടിങ് ദം അല്ലെ, കിഡ്നീസും അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡ്സും അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പെരിറീനൽ ഫാറ്റ് ഉണ്ട്. പെരിറീനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീനൽസിന്റെ അല്ലെങ്കിൽ കിഡ്നിയുടെ പുറമേ കാണുന്ന ആ ഒരു ലെയർ ഓഫ് ഫാറ്റ്. ഓക്കെ, ഇതിനെ എല്ലാം എൻക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടൻസ്ഡ് മെംബ്രേനിയസ് ലെയർ ഓഫ് റീനൽ ഫേഷ്യയാണ് ഏത് നമ്മുടെ ജെറോട്ടാസ് ഫേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കിഡ്നിയും അഡ്രീനൽ ഗ്ലാൻഡിനെയും അതിലൊക്കെ തന്നെ ആ ഒരു പെരിറീനൽ ഇതിനെ കവർ ചെയ്തുകൊണ്ടുള്ള പെരിറീനൽ ഫാറ്റിനെയും എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു തിന്നായിട്ടുള്ള, ഒരുപാട് കട്ടിയൊന്നുമില്ല, തിന്നായിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മെംബ്രേനിയസ് ലെയർ ഉണ്ട്. അതിനെയാണ് ആ ഒരു റെയിൽ ഓഫ് റീനൽ ഫേഷ്യനാണ് നമ്മൾ ജെറോട്ടാ ഫേഷ്യ എന്ന് പറയുന്നത്. ഇപ്പം ഇതാണ് കിഡ്നി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് കിഡ്നിയാണ് അല്ലെ, ഇത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പാട പോലത്തെ ഒരു കവറിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ചെറിയൊരു കവറിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ജെറോട്ടാസ് ഫേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫേഷ്യ എക്സ്റ്റെൻഡ്സ് ഇൻഫ്രോമീഡിയലി along the abdominal ureter as a പെരിയൂറിട്രൽ ഫേഷ്യ. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു ഇൻഫീരിയർലി അതുപോലെ തന്നെ മീഡിയലി നമ്മുടെ ആ ഒരു യൂറിറ്റർ ഉണ്ടല്ലോ, അതായത് ഇവിടെ നമ്മുടെ യൂറിറ്റർ ഉണ്ട്, ഇതിനെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഫീരിയർലി താഴേക്ക്, അതുപോലെ തന്നെ മീഡിയലി എന്താണ് നമ്മുടെ ആ ഒരു യൂറിറ്ററിനെ കവർ ചെയ്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ അവിടെ പെരിയൂറിട്രൽ ഫേഷ്യ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പറഞ്ഞത് ഒരു അനാറ്റമിക്കൽ ബാരിയർ ആയിട്ടാണ് ഈ ഒരു ഫേഷ്യ അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും മെക്കാനിക്കൽ ട്രോമയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട്. ഓക്കെ, ആസ് ദിസ് ഫേഷ്യ ഓപ്പൺ ഇൻഫീരിയർലി ദ പെരിനെഫ്രിക് ഫ്ലൂയിഡ് കളക്ഷൻസ് ക്യാൻ ട്രാക്ക് ഇൻഫീരിയർലി ഓൺ ടു ദ പെൽവിസ്. ഓക്കെ, ഇനി ഇത് താഴെ കെട്ടിയിട്ട് ഇത് ഇവിടെ ഓപ്പൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എല്ലാം ഇവിടത്തേക്ക് കളക്ട് ആവുകയും ചെയ്യും. ഓക്കെ, ദ ജെറോട്ടാ ഫേഷ്യ ഈസ് ഫർദർ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് കണ്ടൻസ്ഡ് ഫാറ്റ് കോൾഡ് പാരാനെഫ്രിക് ഫാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ കവർ ചെയ്തുകൊണ്ട് കിഡ്നീസിനെ അഡ്രീനൽ ഗ്ലാൻഡ്സിനെ കവർ ചെയ്തുകൊണ്ട് പെരിറീനൽ ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ഒരു ജെറോട്ടാ ഫേഷ്യ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ജെറോട്ടാ ഫേഷ്യനെ വീണ്ടും കവർ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ലെയർ ഓഫ് കണ്ടൻസ്ഡ് ഫാറ്റ് ഉണ്ട്, അതാണ്
പാരാനെഫ്രിക് ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പം പെരിനെഫ്രിക് ഫാറ്റും ഉണ്ട്, പാരാനെഫ്രിക് ഫാറ്റും ഉണ്ട്, പെരി റീനൽ ഫാറ്റും ഉണ്ട്, പാരാനെഫ്രിക് ഫാറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ കിഡ്നീസിനും അഡ്രിനൽ ഗ്ലാൻഡ്സിനും കവർ ചെയ്തുകൊണ്ട് പെരിറീനൽ ഫാറ്റ് ഉണ്ട്, ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ജെറോട്ടാഫേഷ്യ ഉണ്ട്, ജെറോട്ടാഫേഷ്യനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്താണ് പാരാനെഫ്രിക് ഫാറ്റ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയൊക്കെ കവറിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. അപ്പോൾ ഇതിനെയൊക്കെ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു കവറിങ്, ആ പ്രൊട്ടക്റ്റീവ് കവറിങ്സ് ആണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റീനൽ വാസ്കുലേച്ചർ ആണ്. അതായത് ഇത് കഴിഞ്ഞിട്ടില്ല, നമ്മൾ കിഡ്നീസിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീനൽ വാസ്കുലേച്ചർ ആണ്, അതായത് കിഡ്നിയുടെ അതിൻ്റെ ബ്ലഡ് സപ്ലൈ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ കിഡ്നീസ് റിസീവ് 20% ഓഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ആൻഡ് ദ ബ്ലഡ് സപ്ലൈ ടു ദ കിഡ്നീസ് അറൈസ് ഫ്രം ദ പെയർഡ് റീനൽ ആർട്ടറീസ് അറ്റ് ദ ലെവൽ ഓഫ് L2. അതായത് നമ്മുടെ ആ ഒരു ലംബാർ വേർട്ടിബ്ര അല്ലെ, സെക്കൻഡ് ലംബാർ വേർട്ടിബ്രയുടെ അവിടെ നിന്നുള്ള റീനൽ ആർട്ടറീസിൽ നിന്നാണ് കിഡ്നിക്കുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നത്. അതായത് കിഡ്നി എന്ന് പറയുന്ന ഓർഗന് വേണ്ട ബ്ലഡ് സപ്ലൈ കിട്ടുന്ന എവിടെ നിന്നാണ്? റീനൽ ആർട്ടറീസിൽ നിന്നാണ്. ഓക്കെ, അല്ലാതെ തന്നെ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടിന് 20% എവിടെയാണ് റിസീവ് ആവുന്നത്? അത് നമ്മുടെ കിഡ്നീസിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീനൽ ആർട്ടറീസ് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും? എൻ്റർ ദ റീനൽ ഹൈലം. ഹൈലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിപ്രഷൻ പാർട്ടില്ലേ, നമ്മുടെ ആ ഒരു ലങ്സിൻ്റെ ഈ ഒരു ഡിപ്രഷൻ പാർട്ട്, അവിടേക്ക് എൻ്റർ ചെയ്യുന്നു. ദ പാസേജ് വേ ഇൻ ടു ദ കിഡ്നി വിത്ത് ദ റീനൽ വെയിൻ ആൻറ്റീരിയർലി ആൻഡ് ദ റീനൽ ആർട്ടറി ആൻഡ് ദ റീനൽ പെൽവിസ് പോസ്റ്റീരിയർലി. ഓക്കെ, അപ്പം ഫ്രണ്ടിലായിട്ട് ഏതായിരിക്കും? ആദ്യമേ വരുന്നത് റീനൽ വെയിൻ ആയിരിക്കും. റീനൽ വെയിൻ ആണ് ആദ്യം വരുന്നത് അല്ലെ, റീനൽ വെയിൻ. ഓക്കെ, ആദ്യമേ നമ്മുടെ റീനൽ വെയിൻ ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് എന്ത് വരുന്നു? അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ റീനൽ ആർട്ടറിയും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ ആയിട്ട് റീനൽ പെൽവിസും വരുന്നുണ്ട്. ഇതെല്ലാം ബാക്കിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ദ റീനൽ ആർട്ടറി ഈസ് ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി. ഓക്കെ, അപ്പോൾ റീനൽ ആർട്ടറിയുടെ ഫസ്റ്റ് ആയിട്ട് അത് ബ്രാഞ്ച് ഓഫ് ചെയ്യുന്നതാണ് ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി എന്ന് പറയും. ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി. അപ്പോൾ ഈ ഇൻഫീരിയർ അല്ലൊക്കെ സുപ്രാ റീനൽ ആർട്ടറി അല്ലേ, അല്ലെങ്കിൽ സുപ്പീരിയർ ഇൻഫ്രാറീനൽ ആർട്ടറി അങ്ങനെയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ സ്ഥലത്തേക്ക്, ഇപ്പോൾ കിഡ്നിയുടെ തന്നെ ഓരോ പാർട്ടിലേക്ക് പോകുന്ന അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് സുപ്പീരിയർ എന്ന് പറയും അല്ലേ, അപ്പം താഴേക്ക് പോവുമെങ്കിൽ അത് ഇൻഫീരിയർ എന്ന് പറയും. അപ്പോൾ അതിൽ തന്നെ താഴെയുള്ള ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ ഇൻഫീരിയർ സുപ്രാറീനൽ എന്ന് പറയും. അങ്ങനെ ഓരോ പാർട്ടിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡീവിയേഷനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പേരുകൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫിൻ്റെ പേരാണ് ഏത്? ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി. അതായത് കിഡ്നിയുടെ മുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിൽ താഴത്തെ. ഓക്കെ, അതാണ് ഇൻഫീരിയർ സുപ്രാറീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ദ റീനൽ ആർട്ടറി ദെൻ ബ്രാഞ്ചസ് ഓഫ് ഇൻറ്റു 5 സെഗ്മെന്റൽ ബ്രാഞ്ചസ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് 5 സെഗ്മെന്റൽ ബ്രാഞ്ചസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്തു പോകുന്നു. ഓക്കെ, ഇനി പോസ്റ്റീരിയർ സെഗ്മെന്റൽ ആർട്ടറി സപ്ലൈസ് മോസ്റ്റ് ഓഫ് ദ പോസ്റ്റീരിയർ കിഡ്നി എക്സെപ്റ്റ് ദ ലോവർ പോൾ. ഇനി നമ്മൾ ഈ 5 സെഗ്മെന്റൽ ആർട്ടറി ആയിട്ട് പോകുമെന്ന് പറഞ്ഞല്ലോ, അതിൽ പോസ്റ്റീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്. അതാണ് ലോവർ പോൾ ഒഴിച്ചുള്ള പോസ്റ്റീരിയർ കിഡ്നി അല്ലെ കിഡ്നിയുടെ ആ ഒരു ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ആർട്ടീരിയൽ സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീനൽ വാസ്കുലേച്ചർ എന്തൊക്കെ പറഞ്ഞു? റീനൽ ആർട്ടറീസ് ആണ് അറ്റ് ദ ലെവൽ ഓഫ് L2 ആണെന്ന് പറഞ്ഞു. റീനൽ ഹൈലത്തിലേക്ക് എൻ്റർ ചെയ്യും. പാസേജ് വെയിൻ ടു ദ കിഡ്നി. അതിൽ റീനൽ വെയിൻ ആണ് ആൻറ്റീരിയറിൽ, ബാക്കിൽ റീനൽ ആർട്ടറിയും റീനൽ പെൽവിസും പോസ്റ്റീരിയറിൽ വരുന്നു. ഫസ്റ്റ് ബ്രാഞ്ച് ഓഫിനെയാണ് നമ്മൾ ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. റീനൽ ആർട്ടറി പിന്നീട് ബ്രാഞ്ച് ഓഫ് ചെയ്യുന്നത് 5 സെഗ്മെന്റൽ ആർട്ടറിയാണ്. അതിൽ പോസ്റ്റീരിയർ സെഗ്മെന്റൽ ആർട്ടറിയാണ് കിഡ്നിയുടെ ലോവർ പോള് ഒഴിച്ചിട്ടുള്ള ബാക്കി പോസ്റ്റീരിയർ കിഡ്നിനെ ഫുള്ള് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആൻറ്റീരിയർ ബ്രാഞ്ചസ് ആർ സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി. ഇനി ആൻറ്റീരിയർ ബ്രാഞ്ചസിന്റെ കാര്യം പറയാണ്. സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്, ആൻറ്റീരിയർ സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്. ഓക്കെ, സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി, ആൻറ്റീരിയർ സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി, ആൻറ്റീരിയർ ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി ആൻഡ് ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി. ഓക്കെ, അപ്പം സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്, ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്. അതിൽ തന്നെ ആൻറ്റീരിയർ സുപ്പീരിയർ ഉണ്ട്, ആൻറ്റീരിയർ ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറീസും ഉണ്ട്. ഓക്കെ, ഇനി ദീസ് ബ്രാഞ്ചസ് ആർട്ടറീസ് ബ്രാഞ്ച് ഇൻറ്റു ഇന്റർലോബാർ ആർട്ടറീസ്. അപ്പം ആദ്യം ഒരു ബ്രാഞ്ചിങ് ഓഫ് വന്നു, പിന്നെ സെഗ്മെന്റൽ ബ്രാഞ്ചിങ് ഓഫ് വന്നു, അത് കഴിഞ്ഞ് ലോബാർ ബ്രാഞ്ചിങ്. അപ്പോൾ ദീസ് ആർട്ടറീസ് ബ്രാഞ്ച് ഇൻറ്റു ദ ലോബാർ ആർട്ടറീസ് വിച്ച് ട്രാവൽസ് ഇൻ എ പാരലൽ ഫാഷൻ ഇൻ ബിറ്റ്വീൻ ദ മേജർ കാലിക്സസ് ആൻഡ് ദെൻ ബ്രാഞ്ച് ഫർദർ ഇൻറ്റു ആർക്വേറ്റ് ആർട്ടറീസ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഡയഗ്രത്തിൽ നമുക്ക് നോക്കാം, പറയാം. ഇതാണ് നമ്മുടെ റീനൽ ആർട്ടറി. റീനൽ ആർട്ടറിയുടെ ഇതാണ് സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി. ഇത് ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി. ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി.
ഇത് വന്നിട്ട് സെഗ്മെന്റൽ ആർട്ടറീസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സെഗ്മെന്റൽ ആർട്ടറി നോക്ക്, ആന്റീരിയർ സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി, അതായത് മുകളിലേക്കുള്ളത് ഫ്രണ്ടിലുള്ളത്, അതാണ് ആന്റീരിയർ സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി. ഇനി അടുത്ത സെഗ്മെന്റൽ ആർട്ടറിയാണ് ആന്റീരിയർ ആണ് ഇൻഫീരിയർ, താഴെയുള്ളത് ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി, അല്ലേ, സുപ്പീരിയർ അല്ല, ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറിയാണ്. ഈ റീനൽ ആർട്ടറിയുടെ മറ്റൊരു ബ്രാഞ്ച് യൂറിറ്ററിലേക്ക് പോകുന്നതാണ് യൂറിട്രിക് ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, ഇനി ഈ സെഗ്മെന്റൽ ആർട്ടറീസ് പിന്നീട് ബ്രാഞ്ച് ഓഫ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് സെഗ്മെന്റൽ ആർട്ടറീസ്. ഇത് പിന്നീട് ബ്രാഞ്ച് ഓഫ് ചെയ്തിരിക്കുന്നതാണ് എന്ത്, ഇന്റർ ലോബാർ ആർട്ടറീസ്. അതായത് ഓരോ ലോബ്സ് പോലെ പോയേക്കുന്നുണ്ടോ, ഓരോ ലോബ്സിലേക്ക് പോയേക്കുന്നതാണ് ഇന്റർ ലോബാർ ആർട്ടറീസ്. ഈ ഇന്റർ ലോബാർ ആർട്ടറീസ് പിന്നെ കുഞ്ഞു ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് പോയേക്കുന്നുണ്ടോ, അതാണ് ആർക്വേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഈ ഓരോ ആർട്ടറീസിൻ്റെയും പേരൊന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആന്റീരിയർ ബ്രാഞ്ച് നമ്മൾ പറഞ്ഞു, സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്, ആന്റീരിയർ സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്, ആന്റീരിയർ ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്, ഇൻഫീരിയർ സെഗ്മെന്റൽ ആർട്ടറി ഉണ്ട്. ഈ സെഗ്മെന്റൽ ആർട്ടറീസ് ബ്രാഞ്ച് ചെയ്ത് ഇന്റർ ലോബാർ ആർട്ടറീസ് ആയിട്ട് വരുന്നു. ഇത് നമ്മുടെ മേജർ കാലിസിന്റെ ഇടയ്ക്കൊക്കെ പോകുന്നു. അതുപോലെ തന്നെ ഈ സെഗ്മെന്റൽ ആർട്ടറീസ് അല്ലെ ഇന്റർ ലോബാർ ആർട്ടറീസ് പിന്നീട് കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അതാണ് ആർക്വേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് പോകുന്നത്, നമ്മൾ നേരത്തെ കണ്ടു. എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ ആ ഒരു കോർട്ടക്സിന്റെ ഭാഗം കേട്ടോ. ഇതാണ് കോർട്ടക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോർട്ടക്സിന്റെ ഭാഗത്തിലൊക്കെ ഏതാണ് പോകുന്നത്, നമ്മുടെ ആർക്വേറ്റ് ആർട്ടറീസ് ആണ്. അപ്പൊ ഈ ഭാഗത്തെല്ലാം ബ്ലഡ് സപ്ലൈ കിട്ടണം, അല്ലെ. ആൻഡ് ബ്രാഞ്ച് ഫാദർ ഇൻടു ആർക്വേറ്റ് ആർട്ടറീസ് ദാറ്റ് റൺ വിത്ത് ദ കോർട്ടക്സ് അക്രോസ് ദ ബേസ് ഓഫ് ദ റീനൽ പിരമിഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദെൻ ദേ റേഡിയേറ്റ് ഇൻടു ഇന്റർ ലോബുലാർ ആർട്ടറീസ്. ഓക്കെ, അപ്പൊ ഇന്റർ ലോബാർ ആർട്ടറീസ് ആയി, ആർക്വേറ്റ് ആർട്ടറീസ് ആയി, പിന്നെ ഇന്റർ ലോബുലാർ ആർട്ടറീസ് വിച്ച് എക്സ്റ്റെൻഡ് ഇൻടു ദ കോർട്ടസ് ഓഫ് ദ കിഡ്നി ടു ഫൈനലി ബിക്കം അഫറന്റ് ആർട്ടീരിയോൾസ്. പിന്നീട് ഇത് അഫറന്റ് ആർട്ടീരിയോൾസ് ആയിട്ട് മാറും. പിന്നീട് അത് പെരിയ ട്യൂബുലർ കാപ്പിലറീസ് ആയിട്ട് മാറും. പിന്നെ അത് എഫറന്റ് ആർട്ടീരിയോൾസ് ആയിട്ട് വരും. ഈ എഫറന്റും എഫറന്റ് ആർട്ടീരിയോൾസും ഒക്കെ നമ്മൾ ബോമാൻസ് ക്യാപ്സ്യൂളൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ, അതായത് ഇത് കുറച്ചുകൂടെ ഫൈനായിട്ടുള്ള ഡീവിയേഷൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർ ലോബാർ ആർട്ടറീസ് അത് ആർക്വേറ്റ് ആർട്ടറീസ്, പിന്നെ ഇന്റർ ലോബുലാർ ആർട്ടറീസ് അത് കോർട്ടക്സിലേക്ക് പോയിട്ട് എഫറന്റ് ആർട്ടീരിയോൾസ് ആയിട്ട് മാറുന്നു, പിന്നെ പെരി ട്യൂബുലർ കാപ്പിലറീസ് ആയിട്ട് മാറുന്നു, പിന്നെ എഫറന്റ് ആർട്ടീരിയോൾസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഇന്റർ ലോബുലാർ ആർട്ടറീസ് പറഞ്ഞല്ലോ, ആർക്വേറ്റിംഗ് അതിന് ഇന്റർ ലോബുലാർ ആർട്ടറീസ് പറഞ്ഞു. അത് സം ഓഫ് ദ ടെർമിനൽ ബ്രാഞ്ച് ഓഫ് ദ ഇന്റർ ലോബുലാർ ആർട്ടറീസ് ബിക്കം പെർഫറേറ്റിംഗ് റേഡിയേറ്റ് ആർട്ടറീസ് വിച്ച് സപ്ലൈ ദ റീനൽ ക്യാപ്സ്യൂൾ. അതായത് റീനൽ ക്യാപ്സ്യൂളിന് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള റേഡിയേറ്റ് ആർട്ടറീസ് ആയിട്ട് മാറും. ആര് മാറും, നമ്മുടെ ഇന്റർ ലോബുലാർ ആർട്ടറീസ് മാറും. ഓക്കെ, ഇനി റീനൽ പെൽവിക് ആൻഡ് സുപ്പീരിയർ യൂറിട്രിക് ബ്രാഞ്ചസ് ഓൾസോ ഒറിജിനേറ്റ് ഫ്രം ദ റീനൽ ആർട്ടറി ആൻഡ് സപ്ലൈ ദ അപ്പർ പോർഷൻ ഓഫ് ദ കളക്ടിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്പീരിയർ യൂറിട്രിക് ബ്രാഞ്ചസ് ഒക്കെ അപ്പർ പോർഷൻ ആണ് ഇത് സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു ഫിഗറിനകത്ത് മൊത്തത്തിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് കിഡ്നിയുടെ ഏതാണ്, ഇന്നർവേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു നെർവ് സപ്ലൈയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം സിമ്പത്തറ്റിക് പ്രീ ഗാംഗ്ലിയോണിക് നെർവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ 8th thoracic ത്രൂ ദ ഫസ്റ്റ് ലംബാർ സ്പൈൻ സെഗ്മെന്റ്സ്. ഓക്കെ, അപ്പൊ നെർവ്സിന്റെ ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നെർവ് സപ്ലൈ വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പത്തറ്റിക് പ്രീ ഗാംഗ്ലിയോണിക് നെർവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ 8th thoracic through the first lumbar spinal segment with contributions mainly from the celiac plexus. Celiac plexus ഒക്കെ വെച്ചാൽ നെർവ്സിന്റെ ഇതാണ് പറയുന്നത്. ഓക്കെ, ആ നെർവ്സിൽ നിന്ന് ബ്രാഞ്ച് ഓഫ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ കിഡ്നീസിലേക്ക് എന്ത് നെർവ് സപ്ലൈ വരുന്നത്. അപ്പോൾ സീലിയാക് പ്ലക്സസിൽ നിന്നാണ് ഈ പറഞ്ഞ സിമ്പത്തറ്റിക് പ്രീ ഗാംഗ്ലിയോണിക് നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉള്ളതാണ് സീലിയാക് പ്ലക്സസ്. പിന്നെ കുറച്ച് എവിടെ നിന്ന് വരുന്നുണ്ട്, ഗ്രേറ്റർ സ്പ്ലാങ്കനിക്, ഇന്റർ മിസെൻട്രിക് ആൻഡ് സുപ്പീരിയർ ഹൈപ്പോഗ്യാസ്ട്രിക് പ്ലക്സസിൽ നിന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മേജർ കോൺട്രിബ്യൂഷൻ ഫ്രം സീലിയാക് പ്ലക്സസ് ആണ്. പിന്നീട് അത് കുറച്ച് ലെസർ കോൺട്രിബ്യൂഷൻ ആണ് ഗ്രേറ്റർ സ്പ്ലാങ്കനിക്, ഇന്റർ മിസെൻട്രിക് ആൻഡ് സുപ്പീരിയർ ഹൈപ്പോഗ്യാസ്ട്രിക് പ്ലക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് നെർവ് ഫൈബർ ഡിസ്ട്രിബ്യൂഷൻ ജനറലി ഫോളോസ് ദ ആർട്ടീരിയൽ വെസൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന, അപ്പോൾ ആ ഒരു ആർട്ടീരിയൽ വെസൽസിന്റെ ആ ഒരു പാത്തിലൂടെ, ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഗാംഗ്ലിയോണിക് നെർവ്
നെർവിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് ത്രൂ ഔട്ട് ദ കോർട്ടെക്സ് ആൻഡ് ദ ഔട്ടർ മെഡുല്ല. ദീസ് ഫൈബേഴ്സ് ട്രാവൽ ടു ദ കിഡ്നി വയ ദ ഓട്ടോണോമിക് പ്ലക്സസ് സറൗണ്ടിങ് ദ റീനൽ ആർട്ടറി. ഓക്കെ, അപ്പം റീനൽ ആർട്ടറിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഓട്ടോണോമിക് പ്ലക്സസ് ഉണ്ട്, അതുവഴിയാണ് ഈ പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പത്തറ്റിക് നെർവ് ഫൈബർ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് ഇനി പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട് ഫ്രം ദ വാഗസ് നെർവ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പ്രധാനമായിട്ടുള്ള സീലിയർ പ്ലക്സസ് പറഞ്ഞു, ഇനി പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? വാഗസ് നെർവിലൂടെയാണ് വരുന്നത്. ട്രാവൽ വിത്ത് ദ സിമ്പത്തറ്റിക് ഫൈബേഴ്സ് ടു ദ ഓട്ടോണോമിക് പ്ലക്സസ് അലോങ് ദ റീനൽ ആർട്ടറി. അതും ഈ പറഞ്ഞോണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പത്തറ്റിക് ഫൈബേഴ്സിന്റെ കൂടെ തന്നെയാണ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ്, അത് വാഗസ് നെർവിൽ നിന്ന് വരുന്നതാണ്, അതും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ദ റീനൽ സിമ്പത്തറ്റിക് കോസസ് ദ വാസോ കൺസ്ട്രക്ഷൻ ആൻഡ് ദ പാരാസിമ്പത്തറ്റിക് കോസസ് വാസോ ഡയലേഷൻ. അപ്പം ഇത് രണ്ടിന്റെയും ഫംഗ്ഷൻ ആണ് പറയുന്നത് അല്ലെ. റീനൽ സിമ്പത്തറ്റിക് നെർവ് സപ്ലൈ എന്താണ്? വാസോ കൺസ്ട്രക്ഷന് കാരണമാവുന്നെങ്കിൽ പാരാസിമ്പത്തറ്റിക് എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് വാസോ ഡയലേഷന് കാരണമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് നമ്മുടെ ആ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ നെർവ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സീലിയ ഗാംഗ്ലിയ വരുന്നുണ്ട്. സീലിയ ഗാംഗ്ലിയയിൽ നിന്ന് ഏതാണ്? സുപ്പീരിയർ മെസെൻട്രിക് ഗാംഗ്ലിയോൺ വരുന്നുണ്ട്. റൈറ്റ് ഗ്രേറ്റർ ആൻഡ് ലെസർ thoracic സ്പ്ലാങ്കനിക് നെർവ്സ്, റൈറ്റ് സുപ്രാറീനൽ പ്ലെക്സസ്, റൈറ്റ് അയോട്ടിക്കോ കോർട്ടിക്കൽ ഗാംഗ്ലിയോൺ, ഇതെല്ലാം ഇവിടെ നിന്നുള്ള സപ്ലൈക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നമ്മുടെ റീനൽ ഇതിന്റെ ഒരു സപ്ലൈയുടെ ഒരു ഫോട്ടോ ആണ്, ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ പേരുകൾ മെയിനായിട്ടും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കിഡ്നിയുടെ അകംഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഔട്ടർ പാർട്ടൊക്കെ നമ്മൾ പറഞ്ഞു, സറൗണ്ടിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ ബ്ലഡ് സപ്ലൈ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ നെർവസ് സിസ്റ്റം അല്ലെ, നെർവ് സപ്ലൈയുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കിഡ്നിയുടെ അകത്ത് ഭാഗത്തേക്ക് പോകണം. അതായത് ഇത് കോർട്ടക്സിന്റെ ഭാഗമാണ് പറയുന്നത്. കോർട്ടക്സ് കണ്ടെയ്ൻസ് ദ ഗ്ലോമറൂലൈ, അതുപോലെ തന്നെ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ആൻഡ് കോർട്ടിക്കൽ കളക്ടിംഗ് ഡക്ട് ആൻഡ് ദെയർ അഡ്ജസന്റ് പെരി ട്യൂബുലർ കാപ്പിലറീസ്. ഓക്കെ, മെഡുല്ല റിസംബിൾസ് എന്താണ്? കോണിക്കൽ പിരമിഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കോർട്ടക്സ് എന്ന് പറയുമ്പോഴത്തേക്കാണ് കോർട്ടക്സിലാണ് നമ്മുടെ ഗ്ലോമറൂലസും അതിലൊക്കെ പ്രോക്സിമൽ ട്യൂബ്യൂൾസും ഡിസ്റ്റൽ ട്യൂബ്യൂൾസും ഉള്ളത്, കോർട്ടിക്കൽ കളക്ടിംഗ് ഡക്ട് ഉള്ളത്. ഓക്കെ, പിന്നെ മെഡുല്ലയിലാണ് നമ്മുടെ കോണിക്കൽ പിരമിഡ്സ് പോലത്തെ, നേരത്തെ നമ്മൾ കണ്ടില്ലേ ദാണ്ട് ഇങ്ങനത്തെ ഷേപ്പിലുള്ള അല്ലെ, നമ്മുടെ ആ ഒരു ദാണ്ട ഇത് തന്നെ കോണിക്കൽ പിരമിഡ്സ് പോലത്തെ, അത് മെഡുല്ലയിലാണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ദ പിരമിഡ്സ് ആർ സിറ്റുവേറ്റഡ് വിത്ത് ദ ബേസ് ഫേസിംഗ് ദ കോൺകേവ് സർഫസ് അല്ലെ, കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി. അതിന്റെ ബേസ് എവിടെയാണ്? ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്, അത് നമ്മുടെ കിഡ്നിയുടെ ആ ഒരു കോൺകേവ് പാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലൊക്കെ അപ്പെക്സ് ഫേസിങ് ദ ഹൈലം. അപ്പെക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഹൈലം. ഈ അപ്പെക്സിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഏത് ഈ നമ്മുടെ പിരമിഡ്സിന്റെ ആ ഒരു അപ്പെക്സ് പാർട്ട് ഹൈലത്തിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ പെൽവിസിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈച്ച് കിഡ്നി കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി 8 to 18 പിരമിഡ്സ്. പിരമിഡ്സ് എന്ന് പറയുന്നത് കണ്ട ഇങ്ങനത്തെ ഈ സംഭവങ്ങളാണ്. ഇതിപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് അത് അത്ര ഇല്ല, പക്ഷേ ഏകദേശം 8 മുതൽ 18 പിരമിഡ്സ് വരെ ഓരോ കിഡ്നീസിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഈ ദീസ് pyramids drain into 4 to 13 minor calyces that in turn drain into 2 to 3 major calyces that open directly to the renal pelvis. Okay, അപ്പം ഈ വരുന്ന പിരമിഡ്സ്, അതായത് ഈ പിരമിഡ്സ് എന്ത് ചെയ്യുന്നു? അത് 4 മുതൽ 13 മൈനർ കാലിസസിനെ ആദ്യം ഡ്രെയിൻ ചെയ്യുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? അതാണ്ട് ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ ഒരു ഫോട്ടോയിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറേ പിരമിഡ്സ് വന്നിട്ട് കണ്ട ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു മേജർ കാലിസസ് എന്ന് പറയുന്നത്. ഓക്കെ, മൈനർ കാലിസസ് എന്ന് പറയുന്നത്. ഈ മൈനർ കാലിസസ് പിന്നീട് മേജർ കാലിസസിലേക്ക് എന്ത് ചെയ്യുന്നു? ഡ്രെയിൻ അപ്പ് ചെയ്യുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുന്നു? റീനൽ പെൽവിസിലേക്ക് ഡയറക്ട്ലി ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ദ ഹൈലം ഓർ ദ പെൽവിസ് ഈസ് ദ കോൺകേവ് പോർഷൻ ഓഫ് ദ കിഡ്നി ത്രൂ വിത്ത് ദ റീനൽ ആർട്ടറി എൻറ്റേഴ്സ് അറ്റ് ദ റീനൽ വെയിൻ അല്ലെ. അതായത് നമ്മുടെ റീനൽ ആർട്ടറി എൻ്റർ ചെയ്യുകയും റീനൽ വെയിൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു ഹൈലം, അതായത് ആ ഒരു കോൺകേവ് ആയിട്ടുള്ള പാർട്ട്, ആ ഒരു കുഴിഞ്ഞ ഭാഗം അല്ലെ, കേവ് പാർട്ട്, ആ ഒരു പാർട്ടിലാണെങ്കിൽ അതിനെയാണ് നമ്മുടെ ഹൈലം അല്ലെങ്കിൽ പെൽവിസ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് റീനൽ ആർട്ടറി അകത്തേക്ക് എൻ്റർ ചെയ്യുകയും റീനൽ വെയിൻ എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, റീനൽ ആർട്ടറി എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അബ്ഡോമിനൽ അയോട്ടയിൽ നിന്നാണ് റീനൽ ആർട്ടറി അറൈസ് ചെയ്യുന്നത്. ഇത് പിന്നീട് നമ്മൾ പറഞ്ഞല്ലേ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് നമ്മുടെ സെഗ്മെന്റൽ ആർട്ടറീസ് ആയിട്ടും ലോബുലർ ആർട്ടറീസ് ആയിട്ട് ആർക്വേറ്റ് ആയിട്ട് ലോബുലർ ആർട്ടറീസ് ആയിട്ടൊക്കെ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അതെന്ത് ചെയ്യുന്നു? അത് അവസാനം ഫൈനലി അഫറന്റ് ആർട്ടീരിയോൾസ് ആയിട്ട് മാറുകയാണ്. അഫറന്റ് ആർട്ടീരിയോൾസ് ആയിട്ട് മാറുകയാണ്. ഈ അഫറന്റ് ആർട്ടീരിയോൾസ് എന്ത് ചെയ്യുന്നു? ബ്രാഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്ലോമറൂലസ് എന്ന് പറയുന്നത്, അതായത് കിഡ്നിയുടെ
ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നെഫ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെഫ്രോൺസിനകത്ത് വരുന്ന ഭാഗമാണ് ഈ ഗ്ലോമറൂലസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അഫറന്റ് ആർട്ടീരിയോൾസ് ബ്രാഞ്ച് ചെയ്തിട്ടാണ് ഗ്ലോമറൂലസിലേക്ക് വരുന്നത്, വിച്ച് ഈസ് ദ കാപ്പിലറി ബെഡ് റെസ്പോൺസിബിൾ ഫോർ ഗ്ലോമറൂലർ ഫിൽട്രേഷൻ. അപ്പോൾ ഇതിങ്ങനെ ഒരു ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ്, അല്ലെങ്കിൽ ഒരു കുറേ കാപ്പിലറീസ് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ഗ്ലോമറൂലർ ഫിൽട്രേഷൻ നടക്കുന്നത്. ബ്ലഡ് ലീവ്സ് ദ ഗ്ലോമറൂലസ് ത്രൂ ദ എഫറന്റ് ആർട്ടീരിയൽ ആൻഡ് ഫ്ലോസ് ബാക്ക് ടു ദ ഇൻഫീരിയർ വീന കാവ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആൻഡ് വെയിൻസ്. അപ്പം അകത്തേക്ക് പോയി അവസാനം ഇതെന്ത് ചെയ്യുന്നു, ഗ്ലോമറൂലസിൽ അല്ലെ ആ ഒരു അഫറന്റ് ആർട്ടീരിയോൾസിലേക്ക് എത്തുന്നു, അഫറന്റ് ആർട്ടീരിയോൾസ് ഗ്ലോമറൂലസിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഫിൽട്രേഷൻ ഒക്കെ നടന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗ്ലോമറൂലസിലുള്ള എഫറന്റ് ആർട്ടീരിയോൾസ് പിന്നെ പുറത്തേക്ക് വരികയാണ്. അകത്തേക്ക് പോകുന്ന അഫറന്റ്, പുറത്തേക്ക് വരുന്നത് എഫറന്റ് ആർട്ടീരിയോൾസ് തിരിച്ചെന്ത് ചെയ്യുന്നു, നമ്മുടെ കുറേ കാപ്പിലറീസിലൂടെ വെയിൻസിലൂടെയൊക്കെ അബ്ഡോമൽ അയോട്ടയിൽ നിന്ന് അകത്തേക്ക് പോയി അഫറന്റ് ആർട്ടീരിയോൾസിൽ എത്തിയ സാധനം അവിടുന്ന് തിരിച്ച് എഫറന്റ് ആർട്ടീരിയോൾ വരെ ഫൈനലി എങ്ങോട്ടേക്ക് വരികയാണ്, ഇൻഫീരിയർ വീനക്കാവയിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന കിഡ്നിയുടെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. നമ്മുടെ കിഡ്നിയാണ്, 2 ബീൻ ഷേപ്ഡ് ഓർഗൻസ് ഉണ്ട്, യൂറിറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ക്ലോസ് സെക്ഷൻ എടുക്കുന്നു. ഇതാണ് അതിന്റെ ഔട്ടർ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, മെഡില്ല ഉണ്ട്. പിന്നെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ നെഫ്രോൺസിനകത്തുള്ള നമ്മുടെ ആ ഒരു ഗ്ലോമറുലർ ക്യാപ്സ്യൂൾസും ആ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസും ഒക്കെ വരുന്ന ഭാഗമാണ് കണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഈ നെഫ്രോൺസ് അല്ലെങ്കിൽ അകത്തേക്കുള്ള ഗ്ലോമറുലസിലേക്കുള്ള ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കിഡ്നി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, കിഡ്നിയുടെ ആ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇവിടം വരെയാണ് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ നെഫ്രോൺസ്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലോമറൂലസ്, അതിനകത്ത് ഫിൽട്രേഷൻ എങ്ങനെ നടക്കുന്നു തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കിഡ്നീസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലെ. കിഡ്നിയുടെ പ്രധാനമായിട്ടുള്ള കിഡ്നിയുടെ കവറിങ്, അതുപോലെ തന്നെ കിഡ്നിയുടെ നെർവസ് സപ്ലൈ, കിഡ്നിയുടെ ബ്ലഡ് സപ്ലൈ അല്ലെ. പിന്നെ കിഡ്നിക്ക് കോർട്ടക്സ് ഉണ്ട്, മെഡില്ല ഉണ്ട്, പിന്നെ കിഡ്നിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഫേഷ്യ, ജെറോട്ട ഫേഷ്യ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെഫ്രോൺ, അതുപോലെ തന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിലൊക്കെ തന്നെ യൂറിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഫസ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ദ യൂറിനറി സിസ്റ്റം? യൂറിനറി സിസ്റ്റത്തിന്റെ കമ്പോണന്റ് അല്ലാത്തത്. കിഡ്നീസും യൂറിറ്റേഴ്സും യൂറിത്രയും വരും, ഏത് വരില്ല? ഓപ്ഷൻ സി, പാൻക്രിയാസ് വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what is the primary excretory function of the kidneys? Production of insulin, removal of metabolic waste, absorption of nutrients, regulation of body temperature. ഏതാണ് പ്രൈമറി എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ? റിമൂവൽ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് ആണ്. അത് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കിഡ്നി സ്റ്റിമുലേറ്റ്സ് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ? റെനിൻ, എറിത്രോപോയിറ്റിൻ, വാസോപ്രസിൻ, ആൽഡോസ്റ്റിറോൺ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എറിത്രോപോയിറ്റിൻ ആണ്. ഓക്കെ, next question, the kidneys regulate blood pressure through the secretion of which enzyme? Angiotensin, renin, insulin, pepsin. ഏതാണ്? അവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി, റെനിൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഡെറിവേറ്റീവ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കിഡ്നീസ് ഈസ് ഇൻവോൾവ് ഇൻ ദ കാൽഷ്യം മെറ്റബോളിസം? വൈറ്റമിൻ എ, വൈറ്റമിൻ B12, 125 ഹൈഡ്രോക്സി കോളികാൽസിഫറോൾ, വൈറ്റമിൻ കെ. ഓക്കെ, ഇത് 125 ഹൈഡ്രോക്സി അല്ല, 125 ഡൈഹൈഡ്രോക്സി ആണ്. 2 ഹൈഡ്രോക്സി ഗ്രൂപ്പും 1 പാർട്ടിലും അല്ലെങ്കിൽ 25th പാർട്ടിലും വരുന്നുണ്ട്. ഓക്കെ, ഡൈഹൈഡ്രോക്സി കോളികാൽസിഫറോൾ ആണ് വൈറ്റമിൻ കെ. അപ്പോൾ ഇവിടുത്തെ ഏതാണ് ഇൻവോൾവ് ഇൻ വൈറ്റമിൻ ഡി ഇൻവോൾവ് ഇൻ ഏതാണ്? 125 ഡൈഹൈഡ്രോക്സി കോളികാൽസിഫറോൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ദ കിഡ്നീസ് ലൊക്കേറ്റഡ് ഇൻ ദ ബോഡി? ഇൻ ദ പെൽവിക് ക്യാവിറ്റി, റിട്രോപെരിറ്റോണിയലി ഓൺ ദ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ, ഇൻ ദ തൊറാസിക് ക്യാവിറ്റി, ഇൻ ദ ക്രേനിയൽ ക്യാവിറ്റി. ഏതാണ്? എവിടെയാണ്? റിട്രോപെരിറ്റോണിയലി അല്ലെ, ബാക്കിലായിട്ടാണ് പോസ്റ്റീരിയറിലെ. റിട്രോപെരിറ്റോണിയലി ഇൻ ദ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാൾ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കിഡ്നി ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ അതർ? അല്ലെ, മറ്റേനെ അപേക്ഷിച്ച് കുറച്ച് ലോവർ ആയിട്ടിരിക്കുന്ന ഏതാണ്? അത് വന്നിട്ട് റൈറ്റ് കിഡ്നിയാണ് അല്ലേ. കാര്യം എന്താ? അതിൻ്റെ ആ ഒരു ലിവർ മുകളിൽ വരുന്നതിൻ്റെ ആ ഒരു അസോസിയേഷൻ കാരണം കുറച്ച് ലോവർ ആയിട്ടിരിക്കുന്ന റൈറ്റ് കിഡ്നിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആവറേജ് വെയിറ്റ് ഓഫ് ആൻ അഡൾട്ട് ഹ്യൂമൻ കിഡ്നി? അല്ലെ, ആവറേജ് വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 50 to 70 gram, 90 to 110 gram, 120 to 170 gram, 200 to 250 gram. എത്രയാണ്? വളരെ കുറവാണ് അല്ലേ, 120 to 170 ഗ്രാമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദ ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ റൈറ്റ് കിഡ്നി? അല്ലെ, ആൻറ്റീരിയർ സർഫസ് ഓഫ് ദ റൈറ്റ് കിഡ്നിയിൽ ഡയറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാണ്? ലിവർ, ഡുവോഡിനം, സ്പ്ലീൻ, ഹെപ്പാറ്റിക് ഫ്ലക്ചർ ഓഫ് ദ കോളം. ഏതാണ്? ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി, സ്പ്ലീൻ ആണ്. ബാക്കി എല്ലാം വരുന്നുണ്ട് അല്ലേ, ലിവർ വരുന്നുണ്ട്, സ്പ്ലീൻ വരുന്നുണ്ട്, ഹെപ്പാറ്റിക് ഫ്ലക്ചർ ഓഫ് ദ കോളം വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് അഡ്രീനൽ ഗ്ലാൻഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നീസ്? ലാറ്ററൽ സർഫസ്, അപ്പർ പോൾ, ലോവർ പോൾ, ഹൈലം. എവിടെയാണ്? കിഡ്നിയുടെ മുകളിലല്ലേ, അപ്പോൾ എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, അപ്പർ പോൾ ഓഫ് ദ കിഡ്നി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് ദ കിഡ്നി ആക്ട് ആസ് ദ ഇന്നർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് കവറിംഗ്? അല്ലെ, ഏറ്റവും അകത്തുള്ള പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഏതാണെന്ന് ചോദിച്ചിരുന്നത്? റീനൽ ഫേഷ്യ, അഡിപ്പോസ് ക്യാപ്സ്യൂൾ, റീനൽ ക്യാപ്സ്യൂൾ, പെരിറ്റോണിയം. ഏതാണ്? ഓപ്ഷൻ സി വന്നിട്ട് റീനൽ ക്യാപ്സ്യൂൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫാറ്റി ടിഷ്യൂ ലെയർ ദാറ്റ് കുഷ്യൻസ് ദ കിഡ്നീസ്? അല്ലേ, അതായത് ആ ഒരു കിഡ്നീസിനെ കവർ ചെയ്തിട്ടുള്ള ഫാറ്റി ടിഷ്യൂ ലെയർ. പെരിനെഫ്രിക് ഫാറ്റ്, റീനൽ ക്യാപ്സ്യൂൾ, പാരാനെഫ്രിക് ഫാറ്റ്, അഡിപ്പോസ് ക്യാപ്സ്യൂൾ. ഏതാണ്? അത് വന്നിട്ട് ഓപ്ഷൻ എ, ഡി ആണ്, അഡിപ്പോസ് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ, അഡിപ്പോസ് ക്യാപ്സ്യൂൾ. അടുത്തത്, ജെറോട്ടാഫേഷ്യ സറൗണ്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്? റീനൽ പെൽവിസ്, കിഡ്നീസ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്, റീനൽ കോർട്ടക്സ്, നെഫ്രോൺസ്. എന്താണ്? എല്ലാത്തിനിടയിൽ റീനൽ കിഡ്നീസിനെയും അഡ്രീനൽ ഗ്ലാൻഡിനെയും ആ പെരിനെഫ്രിക് ഫാറ്റിനെ എല്ലാം കൂടെ കവർ ചെയ്തിട്ടാണ് ജെറോട്ടാഫേഷ്യ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കിഡ്നീസ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫിൽറ്ററിങ് ബ്ലഡ്? അല്ലേ, അതായത് കിഡ്നിയിൽ ആ ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്ന ഏത് പാർട്ടിലാണ്? മെഡുല്ല, കോർട്ടക്സ്, റീനൽ പെൽവിസ്, യൂറിറ്റർ. ഏതാണ്? ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി, കോർട്ടക്സ് ആണ്. ഓക്കെ, കോർട്ടക്സിലാണ് നമ്മുടെ ഈ നെഫ്രോൺസും എല്ലാം ഇരിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫിൽറ്ററിങ് നടക്കുന്നത്. ഓക്കെ, അടുത്തത്, റീനൽ പിരമിഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി? കോർട്ടക്സ്, മെഡുല്ല, റീനൽ ക്യാപ്സ്യൂൾ, ഹൈലം. എവിടെയാണ്? റീനൽ പിരമിഡ്സ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് റീനൽ മെഡുല്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ഡു ദ കിഡ്നീസ് റിസീവ്? അല്ലെ, കാർഡിയാക് ഔട്ട്പുട്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് കിഡ്നീസിന് കിട്ടുന്നത്? 5%, 10%, 20%, 50%. ഓക്കെ, ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, 20%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് വെർട്ടിബ്രൽ ലെവൽ ഡു ദ റീനൽ ആർട്ടറീസ് അറൈസ് ഫ്രം ദ അബ്ഡോമിനൽ അയോട്ട? അതായത് അബ്ഡോമിനൽ അയോട്ടയിൽ നിന്ന് ഏത് വെർട്ടിബ്രയുടെ ലെവലിൽ വെച്ചിട്ടാണ് റീനൽ ആർട്ടറീസ് അറൈസ് ചെയ്യുന്നത്? T10, L2, L5, S1. ഏതാണ്? ഓപ്ഷൻ ബി വന്നിട്ട് L2 ആണ് കേട്ടോ. അതായത് നമ്മുടെ ലംബാർ വെർട്ടിബ്ര, സെക്കൻഡ് ലംബാർ വെർട്ടിബ്രയുടെ അവിടെ നിന്നാണ് അബ്ഡോമിനൽ അയോട്ടയിൽ നിന്ന് ഏത് റീനൽ ആർട്ടറീസ് അറൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടറി ഈസ് ദ ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് ദ റീനൽ ആർട്ടറി? റീനൽ ആർട്ടറിയുടെ ഫസ്റ്റ് ബ്രാഞ്ച് ഏതാണെന്നാണ് അല്ലെ, നമ്മൾ പഠിച്ചാണ്. സുപ്പീരിയർ സെഗ്മെന്റൽ ആർട്ടറി, ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി, ഇന്റർ ലോബാർ ആർട്ടറി, അഫറന്റ് ആർട്ടീരിയോൾ. ഏതാണ്? അത് വന്നിട്ട് ഇൻഫീരിയർ സുപ്രാ റീനൽ ആർട്ടറി ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ആർട്ടറി ഡയറക്ട്ലി സപ്ലൈസ് ബ്ലഡ് ടു ദ ഗ്ലോമറൂലൈ? അതെ, ഗ്ലോമറൂലൈക്ക് ഡയറക്ട്ലി ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറി ഏതാണ്? ഇന്റർ ലോബാർ ആർട്ടറി, ആർക്വേറ്റ് ആർട്ടറി, അഫറന്റ് ആർട്ടീരിയോൾ, സെഗ്മെന്റൽ ആർട്ടറി. അല്ലെ, ഗ്ലോമറൂലയിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന ഏതാണ്? അത് വന്നിട്ട് നമ്മുടെ അഫറന്റ് ആർട്ടീരിയോൾ ആണ് അല്ലെ. ഓപ്ഷൻ സി, അഫറന്റ് ആർട്ടീരിയോൾ ആണ്. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് വെയിൻ റിട്ടേൺ ബ്ലഡ് ഫ്രം ദ കിഡ്നീസ് ടു ദ ഹാർട്ട്? റീനൽ വെയിൻസ് ടു ഇൻഫീരിയർ വീന കാവ, റീനൽ ആർട്ടറീസ് ടു അയോട്ട, ജുഗുലാർ വെയിൻസ് ടു സുപ്പീരിയർ വീന കാവ, ഹെപ്പാറ്റിക് വെയിൻസ് ടു പോർട്ടൽ വെയിൻ. ഇത് നമുക്കറിയാം, കാണുമ്പോഴേ അറിയാതാണ്. റീനൽ വെയിൻസ് ആണ് എവിടേക്ക് കൊണ്ടുപോകുന്നു? ഇൻഫീരിയർ വീന കാവയിലേക്ക് കൊണ്ടുപോകുന്നു. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി ആക്ട് ആസ് എ ഫണൽ ഫോർ യൂറിൻ ഫ്ലോയിങ് ടു ദ യൂറിറ്റർ? ഏതാണ്? റീനൽ കോർട്ടക്സ്, പെൽവിസ്, ക്യാപ്സ്യൂൾ, പിരമിഡ്. ഏതാണ്? അത് വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, റീനൽ പെൽവിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്ലോമറൂലസ് ഈസ് പ്രൈമർലി ഇൻവോൾവ് ഇൻ വിച്ച് പ്രോസസ്? അല്ലെ, ഗ്ലോമറൂലസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പം റീഅബ്സോർപ്ഷൻ, ഫിൽട്രേഷൻ, സെക്രീഷൻ, സ്റ്റോറേജ് ഓഫ് യൂറിൻ. എന്താണ്? കിഡ്നീസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ഫിൽട്രേഷൻ ആണ്. അത് ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലോമറൂലസ് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫിൽട്രേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ പെരിട്യൂബുലർ കാപ്പിലറീസ്? ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ, ട്രാൻസ്പോർട്ട് ഓഫ് യൂറിൻ, റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. അല്ലെ, എന്താണ് പെരിട്യൂബുലർ കാപ്പിലറീസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നെർവസ് സിസ്റ്റം കൺട്രോൾസ് വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് വാസോ ഡയലേഷൻ ഇൻ ദ കിഡ്നീസ്? ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഇത് രണ്ടും അല്ല, മൂന്നും അല്ല, പിന്നെ ഏതാണ്? സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത്, ദ റീനൽ ഹൈലം സെർവ്സ് ആസ് എ പാസേജ് വേ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്? അല്ലെ, റീനൽ ആർട്ടറി, റീനൽ വെയിൻ ആൻഡ് യൂറിറ്റർ. അതുകൊണ്ട് യൂറിത്ര ആൻഡ് ബ്ലാഡർ ഉണ്ടോ? ഇല്ല. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഇല്ല. പാങ്ക്രാറ്റിക് ഡക്റ്റ് ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ വന്നിട്ട് റീനൽ ആർട്ടറി, റീനൽ വെയിൻ ആൻഡ് യൂറിറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് എന്നാണ് ആദ്യ ചോദ്യം. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കിഡ്നി ആർ കറക്റ്റ്. ഓക്കെ, കിഡ്നീസ് ആർ ലൊക്കേറ്റഡ് റിട്രോപെരിറ്റോണിയലി ബിറ്റ്വീൻ ദ 12th thoracic ആൻഡ് 3rd lumbar vertebrae. അത് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത്, റൈറ്റ് കിഡ്നി ഈസ് യൂഷ്വലി പൊസിഷൻഡ് ലോവർ ദാൻ ദ ലെഫ്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ ലിവർ. അതും കറക്റ്റ് ആണ്. ഇനി അടുത്തത്, റീനൽ പെൽവിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ കോർട്ടക്സ് ഓഫ് ദ കിഡ്നി. റീനൽ പെൽവിസ് ലൊക്കേറ്റഡ് ഇൻ ദ കോർട്ടക്സ് ഓഫ് ദ കിഡ്നി ആണോ? അല്ല, അത് തെറ്റാണ്. ആൻഡ് ഈച്ച് കിഡ്നി കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ്ലി 8 to 18 റീനൽ പിരമിഡ്സ് എന്ന് പറഞ്ഞത് ശരിയാണോ? അത് ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കിഡ്നീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് കിഡ്നീസ് പൊസിഷൻഡ് ലോവർ ദാൻ ദ റൈറ്റ് കിഡ്നി ഡ്യൂ ടു ലിവർ ലൊക്കേഷൻ. അത് തെറ്റാണ്. ഇനി റീനൽ മെഡുല്ല കണ്ടെയ്ൻസ് ദ ഗ്ലോമറൂലൈ ആൻഡ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ആണോ? അല്ല, തെറ്റാണ്. പിന്നെ എവിടെയാണ്? കോർട്ടക്സിലാണോ ഉള്ളത്? ദ കിഡ്നീസ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ ത്രൂ ദ റിലീസ് ഓഫ് റിനിൻ. അത് കറക്റ്റ് ആണ്. റീനൽ പെൽവിസ് കളക്ട്സ് യൂറിൻ ഫ്രം ദ കാലിസ് ആൻഡ് ഫണൽസ് ഇറ്റ് ഇൻ ടു ദ യൂറിറ്റർ. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 1ഉം 2ഉം. ഒൺലി 1 and 2 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് റീനൽ ഫംഗ്ഷൻ ആർ ട്രൂ? ഓക്കെ, കിഡ്നീസ് റിസീവ് 20% ഓഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. അത് കറക്റ്റ് ആണ്. എറിത്രോപോയിറ്റിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കിഡ്നീസ് റെഗുലേറ്റ് റെഡ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. അതും കറക്റ്റ് ആണ്. അഫറന്റ് ആർട്ടീരിയോൾ ക്യാരീസ് ബ്ലഡ് എവേ ഫ്രം ദ ഗ്ലോമറൂലസ് ആണോ? അല്ല, നമ്മൾ പറഞ്ഞല്ലേ അഫറന്റ് എന്ന് പറയുന്നത് എന്താണ്? അകത്തേക്ക് പോകുന്നതാണ്. തിരിച്ചിറങ്ങി വരുന്ന ആരാണ്? എഫറന്റ് ആർട്ടീരിയോൾസ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ദ റീനൽ കോർട്ടക്സ് കണ്ടെയ്ൻസ് ഗ്ലോമറൂലൈ ആൻഡ് പ്രോക്സിമൽ ട്യൂബ്യൂൾസ്. അത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 2ഉം 4ഉം കറക്റ്റ് ആണ്. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് റീനൽ വാസ്കുലേച്ചർ ആൻഡ് ഇന്നർവേഷൻ ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റീനൽ ആർട്ടറീസ് അറൈസ് ഫ്രം ദ തൊറാസിക് അയോട്ട അറ്റ് ദ ലെവൽ ഓഫ് T12 ആണോ? T12 ആണോ? അല്ല, തെറ്റാണ്. പിന്നെ എത്രയാണ്? L2 ആണ്. ഇനി അടുത്ത, അഫറന്റ് ആർട്ടീരിയോൾ സപ്ലൈ ബ്ലഡ് ടു ദ ഗ്ലോമറൂലൈ ഫോർ ഫിൽട്രേഷൻ. ശരിയാണോ? ശരിയാണ്. അടുത്തത്, പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ കോസസ് വാസോ കൺസ്ട്രിക്ഷൻ ഫോർ റീനൽ ബ്ലഡ് ഫ്ലോ ആണോ? തെറ്റാണ്. കൺസ്ട്രിക്ഷൻ ആണോ? ഡയലേഷൻ ആണ് അല്ലെ? ഡയലേഷൻ ആണ്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അടുത്തത്, റീനൽ വെയിൻ ഡ്രെയിൻ ഡയറക്ട്ലി ഇൻ ടു ദ ഇൻഫീരിയർ വീന കാവായും. ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. അത് വരുന്ന ഓപ്ഷൻ എ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത്, ഡിറ്റർമിൻ വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഓഫ് ദ കിഡ്നി ആർ കറക്റ്റ്? റീനൽ ക്യാപ്സ്യൂൾ ഈസ് ദ ഇന്നർമോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ സറൗണ്ടിങ് ദ കിഡ്നി. അത് ശരിയാണ്. അടുത്തത്, അഡിപ്പോസ് ക്യാപ്സ്യൂൾ ഹെൽപ്സ് ക്യൂഷൻ ദ കിഡ്നി അഗെയിൻസ്റ്റ് ട്രോമ. അതും ശരിയാണ്. ജെറോട്ടാസ് ഫേഷ്യ ആക്ട് ആസ് ആൻ അനാട്ടമിക്കൽ ബാരിയർ ആൻഡ് എൻക്ലോസസ് ദ കിഡ്നീസ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്. ശരിയാണ്. ആൻഡ് പാരാനെഫ്രിക് ഫാറ്റ് ലൈസ് ഇൻസൈഡ് ദ റീനൽ ക്യാപ്സ്യൂൾ ആണോ? അല്ല, തെറ്റാണ്. ഏറ്റവും പുറമേ ഉള്ളതാണ് പാരാനെഫ്രിക് ഫാറ്റ്. അപ്പം അത് തെറ്റാണ്. ബാക്കി 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. അത് വരുന്ന ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത അസേർഷൻ ആൻഡ് റീസൺ ആണ്. കിഡ്നീസ് ആർ ലൊക്കേറ്റഡ് റിട്രോപെരിറ്റോണിയലി ആൻഡ് ആർ സറൗണ്ടഡ് ബൈ അഡിപ്പോസ് ടിഷ്യൂ. കറക്റ്റ് ആണ്. അഡിപ്പോസ് ക്യാപ്സ്യൂൾ ആക്ട് ആസ് എ ബാരിയർ അഗെയിൻസ്റ്റ് ട്രോമ ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ദ കിഡ്നീസ് ഷേപ്പ്. കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയും 6ഉം കറക്റ്റ് ആണ്. 6 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത്, assertion the right kidney is positioned lower than the left kidney in the blood. correct ആണ്. the position of the right kidney is influenced by the presence of the liver. അതും ശരിയാണ്. അപ്പം assertionും reasonും correct ആണ്. reason correct explanation of assertion ആണ്. so the option is option A. renal artery directly supplies blood to the renal pelvis without any branching ആണോ?
തെറ്റാണ് അല്ലെ, ഇടയ്ക്ക് ഒരുപാട് ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ അസേർഷൻ റോങ് ആണ്. ദ റീനൽ പെൽവിസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഹൈലം വെയർ ബ്ലഡ് വെസൽസ് എൻ്റർ ആൻഡ് എക്സിറ്റ് ദ കിഡ്നി അല്ലെ, ശരിയല്ലേ? ആർട്ടറീസ് എൻ്റർ ചെയ്യുന്നുണ്ട്, വെയിൻസ് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ അസേർഷൻ തെറ്റുമാണ്, റീസൺ ട്രൂ ആണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? അസേർഷൻ ഫാൾസും റീസൺ ട്രൂ വരുന്ന ഓപ്ഷൻ ഡി ആണ്. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത് അസേർഷൻ ജെറോട്ടാസ് ഫേഷ്യ ആക്ട് ആസ് ആൻ അനാട്ടമിക്കൽ ബാരിയർ ഫോർ ദ കിഡ്നീസ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്സ്. അത് കറക്റ്റ് ആണ്. ഇനി റീസൺ പെരിനെഫ്രിക് ഫ്ലൂയിഡ് കളക്ഷൻസ് ആർ കൺഫൈൻഡ് ടു ദ കിഡ്നി റീജിയൻ ഡ്യൂ ടു ദ കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ജെറോട്ടാസ് ഫേഷ്യ ആണോ? അത് തെറ്റാണ് അല്ലേ. നമ്മുടെ ആ ഒരു നമ്മുടെ എന്താണ് യൂറിറ്റേഴ്സിൻ്റെ അതിലേക്കൂടെ വന്നിട്ട് അത് യൂറിത്രയിലേക്ക് ബ്ലാഡറിലേക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നു, അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. അത് വരുന്ന ഓപ്ഷൻ സി ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ. അടുത്തത് സിമ്പത്തറ്റിക് ഇന്നർവേഷൻ ഓഫ് ദ കിഡ്നീസ് കോസസ് വാസോ കൺസ്ട്രിക്ഷൻ. കറക്റ്റ് ആണ്. പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഒറിജിനേറ്റഡ് ഫ്രം ദ വാഗസ് നെർവ് ഇൻഡ്യൂസ് വാസോ ഡയലേഷൻ ഇൻ ദ കിഡ്നീസ്. ഇതും ശരിയാണ് കേട്ടോ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന രീതിയിലൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇതും അതുമായിട്ടൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഉള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ എ എന്നുള്ള ഒരു ആൻസർ എടുക്കാം. ഓക്കെ. അപ്പം ഇത്രയുമാണ് നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പം ഇത് തീർന്നിട്ടില്ല. നമുക്കിനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെഫ്രോൺസ്, അതിനകത്തുള്ള ഗ്ലോമറുലസ്, അതൊക്കെ അതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ഫംഗ്ഷൻ, ഫിസിയോളജി, യൂറിൻ ഫോർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടുവെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.